ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, 11 ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് ASL Traders, Alimukke, Punalur. Contact 98465 04688 70250 61801. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ പുത്തൻ സാങ്കേതിക വിദ്യകളുമായി അലിമുക്കിൽ ASL Traders വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, ഡോർ ഹിഞ്ചസ്, നെയിൽസ്, സ്ക്രൂസ്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL Traders, അലിമുക്ക്, പുനലൂർ. കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്ത് നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ബ്രാഞ്ചസ് കുറ്റൂർ, തിരുവല്ല, തെക്കേമല, കോഴഞ്ചേരി, മണ്ണന്തല, തിരുവനന്തപുരം. പോൾ ആൻഡ് കമ്പനി. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്രൈൻഡറുകൾ, ഗ്യാസ് സ്റ്റവുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ആൻഡ് ബോക്സുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. ത്രിതല പഞ്ചായത്തുകളിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാർ സ്ഥാനമേറ്റു. മിക്കയിടത്തും വനിതാ പ്രാതിനിധ്യം. കഞ്ചാവ് മാഫിയ ഇരുചക്ര വാഹനം കത്തിച്ചതായി പരാതി. സംഭവത്തിൽ 2 പേർ പിടിയിൽ. പത്തനാപുരം KSRTC ഡിപ്പോയിൽ നിന്നും പമ്പയ്ക്ക് ബസ്സില്ല. തീർത്ഥാടകർ വലയുന്നു. വാർത്തകൾ വിശദമായി. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി CPMലെ R ലൈലജയെയും വൈസ് പ്രസിഡന്റായി CPIയിലെ L ഗോപിനാഥ പിള്ളയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 6-നെതിരെ 10 വോട്ടുകൾക്കാണ് LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. തെന്മല
ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡായ ചാലിയക്കരയിൽ നിന്നും പഞ്ചായത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായി വിജയിച്ച LDF സ്ഥാനാർത്ഥിയായിരുന്നു ലൈലജ. വ്യാഴാഴ്ച നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ 6-നെതിരെ 10 വോട്ടുകൾക്ക് ലൈലജയെ തെന്മല പഞ്ചായത്ത് ഭരണസമിതിയുടെ അധ്യക്ഷയായി വരണാധികാരി കൂടിയായ പുനലൂർ PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരിദാസൻ പ്രഖ്യാപിക്കുകയായിരുന്നു. രാവിലെ 11 മണിയോടെ ആരംഭിച്ച പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തെന്മല പഞ്ചായത്തിലെ മുഴുവൻ ഭരണസമിതി അംഗങ്ങളും ഹാജരായിരുന്നു. തുടർന്ന് LDFന് വേണ്ടി ആനവിട്ടക്കൊങ്കൽ വാർഡ് മെമ്പർ സുനിൽകുമാർ ലൈലജയുടെ പേര് നിർദ്ദേശിക്കുകയും തേക്കൻകൂപ്പ് വാർഡ് മെമ്പർ A. ജോസഫ് പിന്താങ്ങുകയും ചെയ്തു. UDFന് വേണ്ടി ചെറുകടവ് വാർഡ് മെമ്പർ ലൈസി അലക്സ്, മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അണ്ടൂർപ്പച്ച വാർഡ് മെമ്പർ കൂടിയുമായ സജികുമാരി സുഗതന്റെ പേര് നിർദ്ദേശിച്ചു. നാഗമല വാർഡ് മെമ്പർ ശകുന്തള ചന്ദ്രശേഖരൻ പിന്താങ്ങി. തുടർന്ന് നടന്ന വോട്ടെടുപ്പിലാണ് R. ലൈലജയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. തുടർന്ന് ലൈലജ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്കും തെരഞ്ഞെടുപ്പ് നടന്നു. LDFന് വേണ്ടി 10 ഏക്കർ വാർഡ് മെമ്പർ R. സുരേഷാണ് ഇടമൺ വാർഡിൽ നിന്നും വിജയിച്ച L. ഗോപിനാഥ പിള്ളയുടെ പേര് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. ഉദയഗിരി വാർഡ് മെമ്പർ രഞ്ജിത്ത് നിർദ്ദേശം പിന്താങ്ങി. UDFന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഒറ്റക്കൽ വാർഡ് മെമ്പറുമായ K. ശശിധരൻ ആയിരുന്നു. സജികുമാരി സുഗതൻ പേര് നിർദ്ദേശിച്ചപ്പോൾ ഉറുകുന്ന് വാർഡ് മെമ്പർ ആരിഫ അഷ്റഫ് പിന്താങ്ങി. തുടർന്ന് 6-നെതിരെ 10 വോട്ടുകൾക്ക് L. ഗോപിനാഥ പിള്ളയെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയായിരുന്നു. പ്രസിഡന്റ് R. ലൈലജ ഗോപിനാഥ പിള്ളയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തെന്മല ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട L. ഗോപിനാഥ പിള്ള എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും ഭയാശങ്ക കൂടാതെയും മമതയോ തുടർന്ന് പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആശംസകൾ അറിയിച്ചു. MLA കൂടാതെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ ഉൾപ്പെടെയുള്ളവർ ആശംസകൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. തെന്മല ഗ്രാമപഞ്ചായത്തിലെ 2ാമത്തെ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റാണ് CPM പ്രതിനിധി ലൈലജ. 2000-2005 കാലയളവിൽ പ്രസിഡന്റായ UDFിലെ ലക്ഷ്മിക്കുട്ടിയമ്മയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ആദ്യ വനിത. വനിതാ സംവരണം നിലവിൽ വന്ന കാലത്താണ് UDFന്റെ ലക്ഷ്മിക്കുട്ടിയമ്മ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയത്. എന്നാൽ ഇത്തവണ LDF അധികാരത്തിലെത്തിയപ്പോൾ R. ലൈലജയ്ക്കാണ് പഞ്ചായത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തെത്താൻ കഴിഞ്ഞത്. ചാലിയക്കര വാർഡിൽ നിന്നും UDF സ്ഥാനാർത്ഥിയേക്കാൾ 287 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് R. ലൈലജ വിജയിച്ചത്. ചാലിയക്കര ചൊല്ലങ്കോട് അശ്വതി വിലാസത്തിൽ പരേതനായ രാഘവന്റെയും ലളിതയുടെയും മകളാണ് ലൈലജ. ഭർത്താവ് V. ഷാജി. വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFIയിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തി. 85-88 കാലയളവിൽ പുനലൂർ SN കോളേജിൽ 2 വർഷക്കാലം വൈസ് ചെയർമാനായിരുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFIയിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ ലൈലജ 85-88 കാലത്തിൽ പുനലൂർ SN കോളേജിൽ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു. 2003-2008 കാലയളവിൽ ഇടമൺ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു. 2005-2010 കാലയളവിൽ LDFന്റെ നേതൃത്വത്തിൽ തെന്മല പഞ്ചായത്തിൽ ഭരണസമിതി അധികാരത്തിലെത്തിയപ്പോൾ പഞ്ചായത്ത് അംഗമായിരുന്നു ലൈലജ. അന്ന് ലൈലജയ്ക്ക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവാൻ അർഹതയുണ്ടായിരുന്നെങ്കിലും പാർട്ടിയിലെ വിഭാഗീയത മൂലം ലൈലജയ്ക്ക് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടു. 2.5 വർഷത്തോളം പ്രസിഡന്റായിരിക്കാനുള്ള അവസരമാണ് ലൈലജയ്ക്ക് നഷ്ടമായത്. എന്നാൽ ആരോടും പരിഭവമില്ലാതെ ലൈലജ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി. ഇപ്പോൾ വൈകി വന്ന അർഹിക്കുന്ന അംഗീകാരമായി 5 വർഷത്തെ പ്രസിഡന്റ് സ്ഥാനം ലൈലജയെ തേടിയെത്തുകയായിരുന്നു. CPM ഏരിയ കമ്മിറ്റി അംഗം, മഹിളാ അസോസിയേഷൻ ഭാരവാഹി, പ്ലാന്റേഷൻ വർക്കേഴ്സ് CITU കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം, പുനലൂർ കാർഷിക സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം തുടങ്ങിയ മേഖലകളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ചാലിയക്കര പോലുള്ള തോട്ടം മേഖലയിൽ നിരവധി തൊഴിലാളി സമരങ്ങളുടെ മുൻനിരയിലുണ്ടായിരുന്നു ലൈലജ. സംവരണമില്ലെങ്കിലും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്ന പേരുകളിൽ ഒന്നായിരുന്നു ലൈലജയുടേത്. തെന്മല പഞ്ചായത്തിൽ മുന്നണി ധാരണ പ്രകാരം പ്രസിഡന്റ് സ്ഥാനം വീതം വയ്ക്കുമെങ്കിലും ഇത്തവണ CPIയുടെ വനിതാ പ്രതിനിധികളാരും ഇല്ലാത്തതിനാൽ ലൈലജയാവും 5 വർഷവും പ്രസിഡന്റായി തുടരുക. ന്യൂസ് ബ്യൂറോ, തെന്മല. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി മുതിർന്ന CPM നേതാവ് H. നജീബ് മുഹമ്മദ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. റിട്ടേണിംഗ് ഓഫീസർ വേണുഗോപാലാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ 8ാമത്തെ പ്രസിഡന്റായി H. നജീബ് മുഹമ്മദ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു.
റിട്ടേണിംഗ് ഓഫീസർ വേണുഗോപാലാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കുന്നതിനും പങ്കുകൊള്ളുന്നതിനുമായി ഒട്ടനവധി പ്രമുഖർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ എത്തിച്ചേർന്നു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥ സംഘം, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കുകൊണ്ട് ആശംസകൾ അർപ്പിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗമായ H. നജീബ് മുഹമ്മദ് നിലവിൽ പത്തനാപുരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റാണ്. 15 വർഷം മുൻപ് പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം K. രാജഗോപാൽ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം M. മീരാപിള്ള, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ഫാത്തിമ ഖാൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം B. അജയ്കുമാർ, CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി N. ജഗദീശൻ, മാധ്യമപ്രവർത്തകനായ പ്രദീപ് ഗുരുകുലം, M. ജിയാസുദ്ദീൻ, കോൺഗ്രസ് നേതാക്കളായ TM ജാഫർ, M. ഷേഖു പരീദ്, കേരള കോൺഗ്രസ് ബി നേതാക്കളായ തങ്ങൾ ബാവ, CPI നേതാവ് സഫറുള്ള ഖാൻ, കോട്ടാത്തല പ്രദീപ്, മാഹിൻ വാഴപ്പാറ, തങ്ങൾ ബാവ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി രഞ്ജു സുരേഷും വൈസ് പ്രസിഡന്റായി അഡ്വക്കേറ്റ് PR ബാലചന്ദ്രനും തെരഞ്ഞെടുക്കപ്പെട്ടു. LDF പ്രതിനിധികളായ ഇരുവരും ഐക്യകണ്ഠേനയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ 5 വർഷം പ്രസിഡന്റ് സ്ഥാനം CPM-നും വൈസ് പ്രസിഡന്റ് സ്ഥാനം CPI-ക്കും ധാരണയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കരവാളൂർ ഡിവിഷനിൽ നിന്നും വിജയിച്ച രഞ്ജു സുരേഷ് ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റായി അയർനെല്ലൂർ ഡിവിഷനിൽ നിന്നും മത്സരിച്ച് വിജയിച്ച അഡ്വക്കേറ്റ് PR ബാലചന്ദ്രനെയും തെരഞ്ഞെടുത്തു. കഴിഞ്ഞ ഏരൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ 2.5 വർഷക്കാലം പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ആളാണ് അഡ്വക്കേറ്റ് PR ബാലചന്ദ്രൻ. ബ്ലോക്ക് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട രഞ്ജു സുരേഷും വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് PR ബാലചന്ദ്രനും ഭരണാധികാരി മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യും. വരുന്ന നാളുകളിൽ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ, പ്രത്യേകിച്ച് കുടിവെള്ള പദ്ധതി, നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, നടപ്പാതകൾ, അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പല പദ്ധതികളും ഉൾപ്പെടുത്തിക്കൊണ്ട് കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ഒരു വികസന പ്രവർത്തനമായിരിക്കും വരുന്ന നാളുകളിൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കാൻ പോകുന്നത് എന്നാണ് ഈ അവസരത്തിൽ എല്ലാവരോടുമായി പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചിതറ ഗ്രാമപഞ്ചായത്തിൽ LDF-ലെ സുജിത കൈലാസ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. റിട്ടേണിംഗ് ഓഫീസർ ജോൺ ജോസഫ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഐരക്കുഴി വാർഡിൽ നിന്നാണ് സുജിത കൈലാസ് വിജയിച്ചത്. കഴിഞ്ഞ തവണ ഇതേ വാർഡിൽ നിന്നും സുജിത മത്സരിച്ച് വിജയിച്ചിരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3 പേരാണ് മത്സരരംഗത്തുണ്ടായത്. സുജിത കൈലാസിന് പുറമെ UDF-ൽ നിന്നും ലീന ഓമനദേവനും S. സിനിയും മത്സരിച്ചു. LDF-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി സുജിതയ്ക്ക് 12 വോട്ട് ലഭിച്ചപ്പോൾ ലീന ഓമനദേവന് 3ഉം S. സിനിക്ക് 5ഉം വോട്ടുകളാണ് ലഭിച്ചത്. 23 പഞ്ചായത്ത് അംഗങ്ങളുള്ളതിൽ 2 BJP പ്രതിനിധികൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. 2 സ്വതന്ത്രരിൽ ഒരാളുടെ പിന്തുണയോടെയാണ് LDF അധികാരത്തിലെത്തിയത്. മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പേരുമൂട് സണ്ണയുടെ വോട്ട് അസാധുവായി. 23 വാർഡുകളുള്ള പഞ്ചായത്തിൽ LDF 11, UDF 8, BJP 2, 2 സ്വതന്ത്രർ എന്നിങ്ങനെയാണ് കക്ഷിനില. ഭരിക്കാൻ 12 സീറ്റിന്റെ പിൻബലം വേണമെന്നിരിക്കെ സ്വതന്ത്രരുടെ തീരുമാനത്തിന് പ്രാധാന്യമേറി. തുടർന്ന് കൊല്ലായിൽ വാർഡിൽ നിന്നും മത്സരിച്ച് വിജയിച്ച കലൈപുരം സെയ്ഫിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകി LDF ഒപ്പം നിർത്തുകയായിരുന്നു. നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഇതിനാൽ ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം.
കാറ്ററിംഗ് സർവീസ്. വി കാറ്റർ ഫോർ ഓൾ ഒക്കേഷൻ. എലഗന്റ് ഇവന്റ്സ്. SBT ATM സമീപം KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. ഫോൺ 99476967. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 2221. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണിക്കൽ ജുവല്ലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണിക്കൽ ജുവല്ലറി, പുനലൂർ. ഇടിമണ്ണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റ, റാന്നി. ചിതറയിൽ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് ശക്തമാകുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് 2 കോൺഗ്രസ് അംഗങ്ങൾ. ചിതറയിലെ കോൺഗ്രസ് ഗ്രൂപ്പ് പോര് മറനീക്കി പുറത്തുവരുന്നു. വ്യാഴാഴ്ച നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDFൽ നിന്നുള്ള 2 അംഗങ്ങളാണ് മത്സരിച്ചത്. മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന ലീന ഓമനദേവനും മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്ന S സിനിയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. DCC വിപ്പ് നൽകിയത് പ്രകാരമാണ് മത്സരിച്ചതെന്ന് ലീന ഓമനദേവൻ പറഞ്ഞു. DCCയുടെ വിപ്പ് അനുസരിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ലീന ഓമനദേവൻ എന്ന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ലീന ഓമനദേവൻ എന്ന ഞാനും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അസലത്തിന്റെ പേരുമാണ് DCCയിൽ നിന്നും വിപ്പ് അനുസരിച്ച് നിർദ്ദേശം ചെയ്തിട്ടുള്ളത്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ 3 പഞ്ചായത്ത് മെമ്പർമാർ മാത്രം, റഷീദ ബേബിയും പിന്നെ മറ്റേ ഫസീല ബേബിയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എനിക്ക് വോട്ട് ചെയ്യുകയും മറ്റ് 5 പഞ്ചായത്ത് മെമ്പർമാർ ആ വിപ്പ് ലംഘിച്ചുകൊണ്ടാണ് വോട്ട് ചെയ്തത്. എന്നാൽ ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട UDF അംഗങ്ങളുടെ കൂട്ടായ തീരുമാനത്തെ തുടർന്നാണ് താൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറായതെന്ന് S സിനിയും വ്യക്തമാക്കി. സ്ഥാനാർത്ഥികളായി മത്സരിച്ചിരുന്ന 8 പേര് തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ 8 പേര് തീരുമാനപ്രകാരം, ഭൂരിപക്ഷ തീരുമാനപ്രകാരം എന്നെ അലമലവാറിൽ നിന്ന് വിജയിച്ച എന്നെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ നമ്മുടെ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ ഷമീ മെമ്പർ, ലത്തി മെമ്പർ എന്നിവർ ഇടപെട്ട് A ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായി ലീന ഓമനദേവനെ നിർത്തുകയും ഇവർക്ക് 3 വോട്ട് ലഭിക്കുകയും എനിക്ക് 5 വോട്ട് ലഭിക്കുകയും ചെയ്തു. ഭൂരിപക്ഷം. ശക്തമായ ഗ്രൂപ്പ് പോര് മൂലമാണ് ചിതറയിൽ UDFന് ഭരണം നഷ്ടമായത്. UDFൽ നിന്ന് സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് സ്വതന്ത്രരായി മത്സരിച്ച 2 പേർ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. ഇതിൽ ഒരാളുടെ പിന്തുണയോടെയാണ് ഇപ്പോൾ LDF ഭരണത്തിലെത്തിയിരിക്കുന്നത്. 2 BJP സ്ഥാനാർത്ഥികൾ ഇവിടെ വിജയിച്ചത് UDFന് കനത്ത തിരിച്ചടിയായി. DCC പറഞ്ഞ വിപ്പ് അനുസരിച്ച് ലീന ഓമനദേവൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കും അസ്ലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും മത്സരിക്കണം എന്ന് വിപ്പ് വരെല്ലാം ഏൽപ്പിച്ചു. അതിൽ വിപ്പിന് അനുകൂലമായി അംഗീകരിച്ചുകൊണ്ട് വോട്ട് ചെയ്തത് ലീനയും റഷീദയും ഫസീലയും മാത്രമാണ്. വിപ്പ് ലംഘിച്ചുകൊണ്ടാണ് മറ്റ് 5 പേര്, അതായത് സെയ്ഫ്, സിനി, നസീറ, മഞ്ജു, ഷൈജു, ഇത്രയും പേര് വിപ്പ് ലംഘിച്ചാണ് വോട്ട് ചെയ്തിരിക്കുന്നത്.
അതിൻ്റെ നടപടിയും മറ്റു കാര്യങ്ങളും പുറകെ ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സുജാ ചന്ദ്രബാബുവും വൈസ് പ്രസിഡന്റായി DY വർഗീസും ചുമതലയേറ്റു. മുന്നണി ധാരണ പ്രകാരം CPM-ന് 3.5 വർഷവും CPI-ക്ക് 1.5 വർഷവുമാണ് പ്രസിഡന്റ് സ്ഥാനം. മുൻ വർഷങ്ങളിൽ അഞ്ചൽ പഞ്ചായത്തിൽ LDF-ന് ഭരണം ലഭിക്കുമ്പോൾ CPM 5 വർഷത്തേക്ക് പ്രസിഡന്റ് പദവിയും CPI 5 വർഷത്തേക്ക് വൈസ് പ്രസിഡന്റ് പദവിയുമാണ് വഹിച്ചിരുന്നത്. എന്നാൽ ഇക്കുറി അതിന് വിപരീതമായി 2.5 വർഷക്കാലം പ്രസിഡന്റ് സ്ഥാനം CPI ആവശ്യപ്പെട്ടു. തുടർന്ന് നടന്ന ചർച്ചയ്ക്കൊടുവിൽ 1.5 വർഷം പ്രസിഡന്റ് സ്ഥാനം CPI-ക്ക് നൽകാമെന്ന് ധാരണയായി. ആദ്യം 3.5 വർഷക്കാലം പ്രസിഡന്റ് സ്ഥാനം CPM-നും തുടർന്നുള്ള 1.5 വർഷക്കാലം പ്രസിഡന്റ് സ്ഥാനം CPI-ക്കും നൽകും. ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായ സുജാ ചന്ദ്രബാബുവിന് 12 വോട്ടും UDF സ്ഥാനാർത്ഥി മേബൽ റോയ്ക്ക് 4 വോട്ടും ലഭിച്ചു. പഞ്ചായത്തിലെ 3 BJP അംഗങ്ങളും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സുജാ ചന്ദ്രബാബുവിന് ഭരണാധികാരി പ്രേംരാജ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സുജാ ചന്ദ്രബാബു എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. മാറ്റപ്പെട്ട ഓരോ അസുഖങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ചും ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ. ഇതിനെല്ലാം പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് ജൈവ പച്ചക്കറി കൃഷി നമ്മുടെ അഞ്ചലിൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിക്കും നമുക്ക് തുടക്കം കുറിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ഈ പ്രദേശത്ത് ഒരുപാട് ആളുകൾക്ക് ഭൂമിയില്ലാത്ത, അതായത് വീട് കിടപ്പാടമില്ലാത്ത ആളുകളുണ്ട്. അവരെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റുമായി സഹകരിച്ചുകൊണ്ട് നമുക്ക് ഒട്ടനവധി പദ്ധതികൾ നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF-ഉം UDF-ഉം BJP-യും സ്ഥാനാർത്ഥികളെ നിർദ്ദേശിച്ചു. LDF പ്രതിനിധിയായി VY വർഗീസും UDF പ്രതിനിധിയായി AM സന്തോഷും BJP പ്രതിനിധിയായി അജിത് കുമാറും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. VY വർഗീസിന് 12 വോട്ടും AM സന്തോഷിന് 4 വോട്ടും അജിത് കുമാറിന് 3 വോട്ടും ആണ് ലഭിച്ചത്. വിജയിച്ച VY വർഗീസ് ഭരണാധികാരി മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ ഓരോ വോട്ടർമാരുടെയും ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും നല്ല ജനകീയ ഭരണസമിതിയായി പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ തുടക്കം കുറിക്കുവാൻ വരുന്നത്. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ പുണ്ടൂർ MLA അഡ്വക്കേറ്റ് K. രാജു അധ്യക്ഷനായി. ഭരണാധികാരിയായ പ്രേംരാജ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജയപ്രകാശ്, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ VS സതീഷ്, അഡ്വക്കേറ്റ് S. സൂരജ്, CPI അഞ്ചൽ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ലെനു ജമാൽ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. സക്കീർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കഞ്ചാവ് വിൽപ്പന ചോദ്യം ചെയ്തതിന്റെ പ്രതികാരമായി വീട്ടുമുറ്റത്തിരുന്ന ഇരുചക്ര വാഹനം കത്തിച്ചതായി പരാതി. പുന്നല സ്വദേശി അനിൽകുമാറിന്റെ ബൈക്കാണ് മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ചത്. പ്രതിയെയും കൂട്ടാളിയെയും നാട്ടുകാർ ചേർന്ന് വനത്തിനുള്ളിൽ നിന്നും പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പത്തനാപുരം പുന്നല മൂർത്തിക്കാവ് അക്ഷയ് നിവാസിൽ അനിൽകുമാറിന്റെ വീട്ടുമുറ്റത്തിരുന്ന വാഹനമാണ് മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ചത്. പുനലൂർ നെല്ലിപ്പള്ളി ലളിതാലയത്തിൽ ബാബുരാജ് 1-ാം പ്രതിയായും പത്തനാപുരം ഇടത്തറ കാഞ്ഞിരവിളയിൽ മുഹമ്മദ് സാലി 2-ാം പ്രതിയുമായാണ് കേസെടുത്തിരിക്കുന്നത്. വെളുപ്പിനെ 5 മണിയോടെ മാരകായുധവുമായി എത്തിയ ബാബുരാജ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം വാഹനം കത്തിക്കുകയായിരുന്നു. സംഭവത്തിനു ശേഷം കടശ്ശേരി വനത്തിനുള്ളിലേക്ക് ഓടിമറിഞ്ഞ ബാബുരാജിനെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടി. ബാബുരാജിനെ സഹായിക്കാനെത്തിയ കൂട്ടാളി മുഹമ്മദ് സാലിയെയും നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. കഞ്ചാവ് കേസ് ചോദ്യം ചെയ്യുന്നതാണ് പുള്ളി. ഇന്ന് രാവിലെ വന്ന് വണ്ടി കത്തിക്കുകയുണ്ടായി. പുള്ളിയുടെ കഞ്ചാവ് സ്കൂളിലും പരിസരങ്ങളിലും മൊത്തം കഞ്ചാവ് ബിസിനസ്സാണ്. ഇത് ചോദ്യം ചെയ്യാനാണ് പുള്ളി ഇന്നലെ പ്രശ്നം ഉണ്ടാക്കിയതും ഇന്ന് വന്ന് വണ്ടി കത്തിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ കഞ്ചാവ് മാഫിയയുമായി ബന്ധമുള്ള ബാബുരാജ് ചില്ലറ വിൽപ്പനക്കാർക്ക് കഞ്ചാവ് എത്തിക്കുന്നതായും കഞ്ചാവ് വിൽപ്പനയ്ക്കായി വനാതിർത്തിയോട് ചേർന്ന് കോഴിയാട ഫാമും നടത്തുന്നതായും സൂചനയുണ്ട്. വിവിധ കേസുകളിൽ മുൻപും ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരാണ് രണ്ടുപേരും. പത്തനാപുരം പോലീസ് കേസെടുത്ത് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തുവരുന്നു. നാട്ടുകാർ ബാബുരാജിനെ പിടികൂടുമ്പോൾ കൈവശം ചെറിയ പൊതിയിൽ കഞ്ചാവും വെട്ടുകത്തിയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കുടിവെള്ള പൈപ്പ് പൊട്ടി മാസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർക്ക് നിസ്സംഗത. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ സ്വാഗതം ജംഗ്ഷന് സമീപമാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. കുണ്ടറ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയാണ് ഇത്തരത്തിൽ കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. റോഡിലൂടെ കിലോമീറ്ററുകളോളം ഇത്തരത്തിൽ വെള്ളമൊഴുകുന്നത് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. 1.5 വർഷത്തോളമായി ഇതിന്റെ വാട്ടർ അതോറിറ്റിയുടെ അധികൃതരോ അതിന്റെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരോ ഇത് വന്ന് നടപടി കണ്ടിട്ടില്ല. ഇതിലേക്കൂടെ നമുക്ക് ബൈക്കിലോ കുട്ടികൾക്കോ നടന്നു പോകാൻ പോലും പറ്റാത്ത പോലെ റോഡിൽ കൂടി 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററോളം വെള്ളം ഇങ്ങനെ റോഡിൽ കൂടി തന്നെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അതിന്റെ ഉദ്യോഗസ്ഥർ അതിന്റെ നടപടി നോക്കിയോ ഈ പൈപ്പ് ശരിയാക്കാനോ ഒന്നും ചെയ്തിട്ടില്ല. റോഡ് തന്നെ വാട്ടർ അതോറിറ്റിയിലോട്ട് പോകുന്നത് തകർന്ന് തരിപ്പണമായി കിടക്കുക, കാട് കയറി കിടക്കുക.
ഇത് ഇവിടെ തന്നെ കുട്ടികളൊക്കെ പോകുന്നതാണ്, ബൈക്കിൽ ആൾക്കാർ പോകുന്നതാണ്, സൈക്കിളിൽ പോകുന്നതാണ്. നല്ല രീതിയിൽ അപകടങ്ങൾ ഇഷ്ടംപോലെ വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോയിട്ട് ഒരു വർഷത്തിൽ പുറത്തായിട്ടുണ്ട്. 2 കിലോമീറ്റർ അകലം വരെ ഈ വെള്ളം ഇങ്ങനെ റോഡിൽ കൂടെ ഒലിച്ചു പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രകൃതി സംരക്ഷണ സമിതി അഞ്ചൽ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ വൃശ്ചികം 1 വൃക്ഷദിനമായി ആചരിച്ചു. ദിനാചരണ പരിപാടി അഗസ്ത്യക്കോട് ന്യൂ LP സ്കൂൾ ഹെഡ്മാസ്റ്റർ സുബൈർ ഉദ്ഘാടനം ചെയ്തു. വൃക്ഷങ്ങൾ നശിപ്പിച്ചതിന്റെ ഫലമായി അസഹ്യമായ ചൂടും ശുദ്ധജലക്ഷാമവും അനുഭവിക്കേണ്ടി വരുന്നുവെന്നും ഇത് ഒഴിവാക്കുന്നതിനായി പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം വരും തലമുറകളിലേക്ക് പകർന്നു നൽകുവാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പ്രകൃതി സംരക്ഷണ സമിതി ജില്ലാ സമിതി അംഗം മോഹൻലാൽ അഭിപ്രായപ്പെട്ടു. ശുദ്ധവായുവിന്റെ അപര്യാപ്തത ഇന്ന് വളരെയധികം ആയിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ ചിന്തകൾ, അവരുടെ ബുദ്ധി വികാസം ഉണ്ടാകണമെങ്കിൽ ആഹാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്, അതുപോലെ ശുദ്ധജലത്തിന് പ്രാധാന്യമുണ്ട്, അതുപോലെ ശുദ്ധവായുവിന് പ്രാധാന്യമുണ്ട്. ശരിയായ അളവിലുള്ള ഓക്സിജൻ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുകയും ആ ഓക്സിജൻ നമ്മുടെ രക്തത്തില് ഹീമോഗ്ലോബിൻ ഉൾപ്പെടെയുള്ള വസ്തുക്കളുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലെ പ്രോട്ടോപ്ലാസത്തിലെത്തി അവിടെ വെച്ച് നടക്കുന്ന ആ സംസ്കരണത്തിലൂടെ, ആ കെമിക്കൽ ആക്ഷനിലൂടെ മാത്രമാണ് നമുക്ക് എനർജി ക്രിയേറ്റ് ചെയ്യുന്നതും അതിലൂടെയാണ് ബുദ്ധി വികാസം ഉണ്ടാകുന്നത്. അതിന് അനിവാര്യമായ പല ഘടകങ്ങളിൽ ഒന്ന് ശുദ്ധമായ വായു തന്നെയാണ്. എല്ലാ സ്കൂളുകളുടെയും പരിസരത്ത് നിന്ന് വൃക്ഷങ്ങൾ നഷ്ടപ്പെട്ടു പോയതിന്റെ ഫലമായിട്ട് കുട്ടികൾക്ക് സ്വസ്ഥമായി ഇരിക്കാൻ കഴിയാത്ത ചൂട്, അതുപോലെ ശുദ്ധവായുവിന്റെ അപര്യാപ്തത, അതുപോലെ ശുദ്ധജലം, ഇതിന്റെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നാം ഓരോരുത്തരും കൂട്ടായി യത്നിക്കുകയും ഈ പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം വരും തലമുറകളിലേക്ക് എത്തിച്ചു ചേരുവാനും. അഗസ്ത്യക്കോട് ന്യൂ LP സ്കൂളിൽ നടന്ന വൃക്ഷദിനാചരണം സ്കൂൾ ഹെഡ്മാസ്റ്റർ സുബൈർ ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി നന്ദകുമാർ, അജിത് കുരുവിക്കോണം, മണിക്കുട്ടൻ, ബിജു ആർച്ചൽ, മാവിള അനിൽകുമാർ, ശ്രീധരപിള്ള, സ്കൂൾ PTA പ്രസിഡന്റ് റജിലാൽ എന്നിവർ സംസാരിച്ചു. സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈകൾ നടുകയും ഇതിന്റെ സംരക്ഷണം സ്കൂൾ കുട്ടികളെ ഏൽപ്പിക്കുകയും ചെയ്തു. വെള്ളം ഒഴിക്കണം, വെള്ളം. ലൈവ് വാർത്ത, അഞ്ചൽ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ആറ്റിക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ്, കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. We offer a new lifestyle. City Aluminium Traders, Chemandur, Punalur. Phone 0475 2220 9745 201088. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം,
മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, കാർഡിയോളജി, ന്യൂറോളജി, ഓർത്തോപീഡിക്സ്, ഗ്യാസ്ട്രോഎൻട്രോളജി, യൂറോളജി, നെഫ്രോളജി, ഗൈനക്കോളജി, ഓഫ്താൽമോളജി, പീഡിയാട്രിക്സ്, ENT, സൈക്കാട്രി, ഡെർമറ്റോളജി, ഓൺകോളജി, അനസ്തേഷ്യോളജി, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, ഡെന്റിസ്ട്രി എന്നീ വിഭാഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നു. കൂടാതെ ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്